അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ വികസനം പറഞ്ഞു വോട്ട് ചോദിക്കുക, അതോ രാഷ്ട്രീയം പറഞ്ഞു വോട്ട് ചോദിക്കുക? അല്ല, ഞാന് പൊതുവെ രണ്ട് കാര്യങ്ങളാണ്. വികസനത്തെക്കുറിച്ച് നമുക്ക് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ്, മറ്റൊന്ന് ഒരു കാലത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഞാൻ ഉറപ്പിച്ചു പറയും, അടുത്ത 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല ഞാൻ ജോലി ചെയ്തത്. ഒരു 5 പതിറ്റാണ്ട് കഴിഞ്ഞ് പെരിന്തൽമണ്ണയെ എവിടെ പൊസിഷൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുള്ള ഫൗണ്ടേഷൻ വർക്കുകളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതേ സമയത്ത് ഒരിക്കലും ഒരു വികസന പ്രവർത്തനവും പെരിന്തൽമണ്ണയ്ക്ക് കുറഞ്ഞു പോയിട്ടില്ല. പെരിന്തൽമണ്ണയിലെ നിരവധിയായ റോഡ് പ്രവർത്തനങ്ങൾ ഈ തവണ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ എല്ലായിടത്തും കല്ലിന്റെ മേലെ പേര് വരാനല്ല ഞാൻ ശ്രദ്ധിച്ചത്, ജനങ്ങളുടെ ഹൃദയത്തിൽ പേര് വരാനാണ്. അപ്പോൾ ആ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ജനങ്ങൾ അത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും വലിയ നീതി നിഷേധത്തിന്റെ കാലമായിരുന്നു. കാരണം ഈ സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം ഇന്നേ വരെയും കാണിക്കാത്ത കടുത്ത വിവേചനം പ്രതിപക്ഷ MLA-മാർ നേരിട്ട ഒരു കാലമായിരുന്നു. അപ്പോൾ ആ പരിമിതികൾക്കിടയിലും എന്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള അനിവാര്യമായ റോഡുകൾ എത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് ആവശ്യമുള്ള പെരിന്തൽമണ്ണയിലൊരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസ് വരികയാണ്. പെരിന്തൽമണ്ണയിലെ വില്ലേജ് ഓഫീസ്, ഇപ്പൊ നിലവിലുള്ള വില്ലേജ് ഓഫീസ് കയറി പോകാൻ പോലും പറ്റാത്ത ഒരു ഭിന്നശേഷിക്കാരനോ പ്രായമുള്ളവർക്കോ പോകാൻ പറ്റാത്ത ഒരു ഓഫീസായിരുന്നു. അതിപ്പോ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസ് വരുന്നു. നേരത്തെ പിന്നെ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കാര്യവട്ടം വില്ലേജ് ഓഫീസ് നമ്മൾ നിർമ്മിച്ചു. ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉപകരണങ്ങൾ നൽകി വ്യാപൃതരായി. റോഡ് കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ പുറമെ എടുക്കുന്ന ഓവർ ടൈം വർക്കാണ് മറ്റ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തത്. ആ പ്രോജക്റ്റുകളെല്ലാം സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഞങ്ങൾ എടുത്തത്. ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എടുത്തത്. താങ്കളുടെ പല പദ്ധതികളും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്, ക്രിയ പോലുള്ള പദ്ധതികൾ. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആണോ ഇത്തവണത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ മറ്റു പഞ്ചായത്തുകളൊക്കെ UDF-നൊപ്പം നിൽക്കാൻ സാധ്യമായത്? അത് ആ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വീട് കയറിയ ഒരു ജനപ്രതിനിധിയാണ്. നമ്മൾ വീട് കയറുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഇംപ്രഷൻ ലഭ്യമാകുക. പലപ്പോഴും പല വീട്ടിലെത്തുമ്പോൾ എന്നോട് പല രക്ഷിതാക്കളും പറഞ്ഞത്, ഇത് നിങ്ങളെ കുട്ടിയാണെന്ന്. എനിക്ക് അതിനേക്കാൾ വലുത് എന്താ വേണ്ടത്? ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ഫെസിലിറ്റേഷൻ മാത്രമാണ്. അവർക്ക് അവരുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ട പല പരിശീലന പരിപാടികൾ, LSS മുതൽ USS മുതൽ NMMS മുതൽ അങ്ങനെ ഒരുപാട് നേട്ടങ്ങളിലേക്ക് ആ കുട്ടികൾ എത്തുമ്പോൾ ആ കുട്ടികൾ എന്റെ കുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളാണ് എന്ന് പറയാൻ മാത്രം ഒരടുപ്പം എന്റെ പെരുന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് എന്നോട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം.